Celebrating 50 years. Majestic Jewelers. തെന്നലയിലെ പീഡനക്കേസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതെന്ന് പ്രതിയാക്കപ്പെട്ട ശ്രീനാഥിന്റെ കുടുംബം. കുറ്റമേറ്റാൽ ജാമ്യം നൽകാമെന്ന് പോലീസ് വാഗ്ദാനം ചെയ്തതായി ശ്രീനാഥ് പറഞ്ഞു. ശ്രീനാഥിന്റെ കുടുംബം ആത്മഹത്യയുടെ വക്കിലാണ്. നിരപരാധിയായ മകനെ കരുതിക്കൂട്ടി പ്രതിയാക്കിയതാണെന്നാണ് ശ്രീനാഥിന്റെ അച്ഛനും അമ്മയും പറയുന്നത്. നിരപരാധിയായ തന്നെ മനഃപൂർവ്വം കേസിൽ കുടുക്കിയതാണെന്നാണ് ശ്രീനാഥ് പറയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സ്കൂളിൽ വെച്ച് കുട്ടിയെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ പെൺകുട്ടിയുമായി ഒരു അടുപ്പവും തനിക്കില്ലെന്നാണ് ശ്രീനാഥ് പറയുന്നത്. അർദ്ധരാത്രിയിലാണ് പോലീസ് യൂണിഫോമിലല്ലാതെ എത്തി ശ്രീനാഥിനെ അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷനിലെത്തിച്ച ശേഷം കുറ്റമേറ്റെടുത്താൽ ജാമ്യം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായി ശ്രീനാഥ് പറയുന്നു. കേസ് പുറം ലോകം അറിയരുതെന്ന് പെൺകുട്ടിയുടെ കുടുംബം പോലീസുകാരോട് പറഞ്ഞതായും ശ്രീനാഥ് പറഞ്ഞു. ചെയ്യാത്ത കുട്ടിയെ ഞാൻ 35 ദിവസം കിടന്നല്ലോ. ഒരു തരം മാനസികാവസ്ഥയാണ് പിന്നിലുള്ളത്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ 6ാം തീയതി പരീക്ഷ വരികയാണ്. കാരണം വെച്ചാൽ എനിക്കൊന്നും പഠിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ തളർന്ന മതി. ഇനിയിപ്പോൾ ഒരു ആൾക്കാരെ മുന്നിൽ ഞാനിപ്പോൾ ഒരു കുറ്റവാളിയായ പോലെയാണ് അവർ കണക്കാക്കുന്നത്. കാരണം വെച്ചാൽ ഇല്ലാത്ത കേസുകൾ ഇനിയും ഉണ്ടല്ലോ അവർ മേത്ത് എഴുതി വെച്ച്. അപ്പോൾ ഇനിയും ഓരോ വകുപ്പുകളൊക്കെ അവർ മേത്ത് കെട്ടി വെച്ചിട്ട്. പക്ഷെ അതൊന്നും എനിക്ക് പേടിക്കാനില്ല. കാരണം വെച്ചാൽ നമുക്ക് അത്ര ഉറപ്പുണ്ട് ഞാൻ ചെയ്തിട്ടില്ലെന്ന്. സത്യം നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് തന്നെ നിൽക്കുക. കാരണം വെച്ചാൽ എനിക്കൊരു പേടിക്കാനില്ല. കാരണം കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാവുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ വളരെ അപമര്യാദയായിട്ടാണ് അവർ പെരുമാറിയത്. കാരണം വെച്ചാൽ അവരെ ബുദ്ധിമുട്ട് ചെവിടനടിച്ചും വേണ്ടാത്തരം വിളിച്ചു അച്ഛൻ്റെ അമ്മയെ മുന്നിൽ നിന്നൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. പിന്നെ വണ്ടിയാണെങ്കിൽ അവർ വന്നതാണെങ്കിൽ യൂണിഫോം ഇല്ലാതെയും അന്ന് വണ്ടിയിൽ നിന്നാണെങ്കിൽ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. എങ്ങോട്ട് പോകണമെങ്കിലും പിന്നെ വിലങ്ങൊക്കെ ഇട്ടിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ആളുകളൊക്കെ കൈമിക്ക് നോക്കുമ്പോൾ ആളുകൾ ഒരു കുറ്റക്കാരനായിട്ടാണല്ലോ എന്നെ കാണുന്നത്. ഒരു തരം മാനസികാവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ പഠിക്കാൻ എന്തൊരു ഇത് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ചെയ്യാതെ അത്രയും ഞാൻ അനുഭവിച്ച്. ക്രൂരമായ പെരുമാറ്റമാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് ശ്രീനാഥ് പറയുന്നത്. അതിക്രൂരമായി മർദ്ദിക്കുകയും അച്ഛനമ്മമാരുടെ മുന്നിൽ വെച്ച് അസഭ്യം പറയുകയും ചെയ്തു. മർദ്ദനത്തിനു ശേഷം തലവേദന സ്ഥിരമായതായും ചെവിയുടെ കേൾവിശക്തി കുറഞ്ഞതായും ശ്രീനാഥ് പറയുന്നു. ഇത്തരം തലയ്ക്കൊക്കെ വേദന ഉണ്ട്. കാരണം ചെവിയുടെ കേൾവി കുറവായി. പിന്നെ അവിടുന്ന് പോലീസുകാർ തന്നെ പറഞ്ഞിരുന്നു, ഈ പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞാണ് എന്താ പറയുക, ഇത് പുറം ലോകം അറിയാതെ നോക്കണം എന്ന് പറഞ്ഞ് സാറുമാരോട് പറയണേ. കാരണം പിന്നെ അവരെൻ്റെ മേത്തേക്ക് കുറ്റ ഏറ്റെടുക്കുന്ന മാതിരി അവർ എന്നോട് പറഞ്ഞു ചെയ്തിരുന്നു. കാരണം വെച്ചാൽ ഈ കുറ്റ ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെ വേഗം ജാമ്യത്തിലൊക്കെ ഇറക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ വളരെയധികം എന്താ പറയുക അവർ ഉപദ്രവിച്ചിരുന്നു. പോലീസുകാരെ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടി കുറ്റം സമ്മതിക്കാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ അന്ന് അവർ പറഞ്ഞിരുന്നു എനിക്ക് ഒരു ടൈം തരാം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഇതാക്കി. കാരണം വെച്ചാൽ എന്നാലും എനിക്ക് ജാമ്യത്തിലൊക്കെ വേറെ ഇറങ്ങാമെന്ന് അവർ പറഞ്ഞു. സംഭവത്തിന് ശേഷം അത്രമേൽ മാനസിക വിഷമത്തിന് അടിമപ്പെട്ടാണ് കുടുംബം കഴിയുന്നത്. നിരപരാധിയായ മകനെ കരുതിക്കൂട്ടി കേസിൽപ്പെടുത്തിയതാണെന്ന് ശ്രീനാഥിന്റെ അമ്മ ശ്രീമതി പറഞ്ഞു. സത്യസന്ധമായ അന്വേഷണത്തിലൂടെ കേസിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും മകന്റെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരണമെന്നും അമ്മ ആവശ്യപ്പെട്ടു. തിരൂരങ്ങാടി പോലീസ്, കൽപ്പകഞ്ചേരി പോലീസ് ആ രീതിയിലല്ല അവനെ അറസ്റ്റ് ചെയ്തതും കൊണ്ടുപോയതിന് രാത്രി 12:30 മണിക്ക് ഉറക്ക് കണ്ണിൽ വന്ന സമയത്താണ് ഈ കുട്ടീനെ കൊണ്ടുപോകുക. പക്ഷേ കുട്ടിയുടെ സത്യം അപ്പം തന്നെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്താണോ ഈ കുട്ടീനെ കൊണ്ടുപോകണമെന്നോ ഞങ്ങൾ ഒരു പ്രതികരിച്ചില്ല. അതേ വന്ന് തെറ്റ്. പക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം നാവ് വായയിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നാവ് കൊണ്ട് ഒന്നും സംസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ എല്ലാവരും പറയണേ എന്തിന് നിങ്ങൾ അങ്ങനെ ആ സമയത്ത് കുട്ടീനെ പറഞ്ഞയച്ചു, നിങ്ങൾ ഒന്നും പറഞ്ഞില്ലേ എന്നുള്ളത്. പക്ഷെ അന്നേരം ഒന്നും പറയാനുള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം നാവ് ഇങ്ങോട്ട് ഇറങ്ങിയ സ്ഥിതിയായിരുന്നു. ഈ കേസിനെ പറ്റിയിട്ട് കരുതിക്കുട്ടിൻ്റെ മോൻ്റെ മേലേക്ക് മനഃപൂർവ്വം തള്ളിയ കേസാണ്. പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്താൽ കേസിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരുമെന്നാണ് ശ്രീനാഥിന്റെ അച്ഛൻ രാജൻ പറയുന്നത്. എൻ്റെ കുട്ടീനോട് ചോദിച്ച് എന്തേ കാട്ടി എൻ്റെ ചവിട്ടത്തും മൂന്തയ്ക്കും പുറത്തൊക്കെ പോലീസുകാർ അടിച്ച് അവരെ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കയ്യാമം വെച്ചിട്ടാണ്. അതായത് ഇവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. കാരണം റോട്ടുമ്മയ്ക്ക് പോയി വെക്കണമെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ അറിഞ്ഞിരുന്നു. പിന്നെ മോനോട് അപ്പോൾ ഞാൻ മൂത്രം വയ്ക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് പോയപ്പോൾ ഒരു വെള്ള വണ്ടിയാണ്
കണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്ത് പേവ് വന്ന് ഒരു ഓട്ടോറിക്ഷയുള്ള ഇതിൻ്റെ പിന്നിൽ ആരോ ഇത് കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവരെന്തൊക്കെ ഇതിൻ്റെ കഥ എനിക്ക് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതായപ്പോൾ കണ്ട് കുട്ടിയുടെ അടുത്ത് പോയപ്പോൾ കുട്ടി പറഞ്ഞ് ഇന്നിങ്ങനെ അടിച്ചതും കുത്തിയതൊക്കെ. അങ്ങനെ ഇനിയിപ്പോൾ എന്താ, അപ്പോൾ പോലീസുകാർ പറഞ്ഞു എന്തിനാണ് നിങ്ങളിപ്പോൾ വന്നിങ്ങോട്ട് 10 മണിക്കല്ലേ വരാൻ പറഞ്ഞത് വക്കീലിൻ്റെ അടുത്ത് നിന്ന് കണ്ടിട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനല്ല വന്നത്, ഞങ്ങൾ എൻ്റെ കുട്ടീനെ കാണാനാണ്. എന്തിനാണ് നിങ്ങൾ ഈ കൊടുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ കുട്ടീനെ കൊണ്ടുപോയിട്ടുള്ള പോലീസുകാരനെ വീട്ടിലേക്ക് റൂമിലേക്ക് വെച്ചാൽ പോവുകയാണ് അവർ ജോലി കഴിഞ്ഞിട്ട്. എന്നാൽ പോലീസുകാർ ഇങ്ങോട്ട് തന്നെ ചുമരുമയ്ക്ക് പന്ത് എറിഞ്ഞാൽ മാതിരി ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേറെ പോലീസുകാരനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സംസാരങ്ങൾ കാര്യങ്ങളൊന്നും വേണ്ട, അതൊന്നും വേണ്ട, ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ജാതി വർത്താനങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓല് എന്താണ് ഇത്രയും ബലമായിട്ട് ഇത് ഓൽക്ക് ആരാണ് ഇത് ഈ പോലീസുകാർക്ക് ഇതിന് സപ്പോർട്ടായി നിന്നിട്ടുള്ളതെന്നും കൂടി അറിയണം. ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും എൻ്റെ കുട്ടി ചെയ്തിട്ടില്ല എന്നുള്ളൊരു തെളിവ് ഈ ഇതിൽ കണ്ട് ടെസ്റ്റിങ്ങിൽ ഇനിയിപ്പോൾ അവൻ്റെ പെരടിക്ക് ഈ കെട്ടിക്കൂട്ടിങ്ങാണ്ട് ഇവരിങ്ങനെ കൊണ്ടുനടന്നുങ്ങാണ്ട് ഇത് തുമ്പില്ലാതെ ആക്കിങ്ങാണ്ട് കണ്ട ആളുകളൊക്കെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തിങ്ങാണ്ട് ഇവിടെ ഒത്തുതീർപ്പിന് കാര്യത്തിന് വന്നിട്ട് കാര്യമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഓർക്ക് പിടിക്കാൻ കഴിയില്ലെങ്കിൽ പോലീസുകാർ അവരെ അച്ഛനെയും അമ്മനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ഏറ്റെടുപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങളെ ചാനൽ കാണണം, നാട്ടുകാർ കാണണത്. പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ 35 ദിവസം ജയിലിൽ കഴിഞ്ഞ +1 വിദ്യാർത്ഥിനിയായ ശ്രീനാഥിനെ DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം അനുവദിച്ചു വിട്ടത് കഴിഞ്ഞയാഴ്ചയാണ്. ഇതിനുശേഷവും കേസ് മാധ്യമങ്ങളിൽ ചർച്ചയായതോടെയാണ് പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥിക്ക് പറയാനുള്ളത് അന്വേഷിച്ച് ഞങ്ങൾ തെന്നലയിലെ ശ്രീനാഥിന്റെ വീട്ടിലെത്തിയത്. അത്യന്തം ദയനീയമായ സ്ഥിതിയിൽ കഴിയുന്ന ശ്രീനാഥിന്റെ കുടുംബം പലപ്പോഴും ഞങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടി. മക്കളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന ശ്രീനാഥിന്റെ ഭാവി തന്നെ ഇരുളടഞ്ഞ അവസ്ഥയിൽ ആത്മഹത്യയുടെ വക്കിലാണ് ഇന്ന് ഈ കുടുംബം കഴിയുന്നത്.